കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. കോളേജ് ഹോസ്റ്റലിൽ പരാതിക്കാരനെ കെട്ടിയിട്ട് ഉപദ്രവിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ. കോമ്പസ് ഉപയോഗിച്ച് ശരീരത്തിൽ കുത്തി മുറിവിലും കാലിലും ലോഷൻ ഒഴിക്കുന്നതും സ്വകാര്യ ഭാഗത്ത് പരിക്കേൽപ്പിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. കയ്യും കാലും കെട്ടിയിട്ടായിരുന്നു മർദ്ദനം. അതിഭീകരമായ കാഴ്ചകളാണിത്. ഒരുപക്ഷെ നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത രീതിയിലുള്ള അതിക്രൂരമായ റാഗിംഗ് പീഡനമായിരുന്നു കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്നത്. 6 വിദ്യാർത്ഥികൾക്ക് നേരെയാണ് ഈ സംഭവം, ഈ ക്രൂരമായ റാഗിംഗ് പീഡനം ഉണ്ടാകുന്നത്. പിന്നീട് പോലീസ് 5 സീനിയർ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഗൗരവമായാണ് ഈ കേസിനെ കാണുന്നതെന്നാണ് കോട്ടയം SP ഷാഹുൽ ഹമീദ് പറയുന്നത്. കേസിൽ കൂടുതൽ ഇരകളുണ്ടോ എന്ന് പരിശോധിക്കും. വാർഡന്റെയും പ്രിൻസിപ്പാളിന്റെയും മൊഴി രേഖപ്പെടുത്തും. ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും SP വ്യക്തമാക്കി. അത് തീർച്ചയായും ഗൗരവത്തോടു കൂടിയിട്ട് കാണേണ്ട വസ്തുതയാണ്. നിലവിൽ ഒരു കുട്ടിയുടെ പരാതി പ്രകാരമാണ് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൂടുതൽ ഇരകളുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ചു വരികയാണ്. കൂടുതൽ ഇരകളെ കണ്ട് ചോദ്യം ചെയ്യാനുള്ള നടപടി ഇന്ന് തന്നെ ആരംഭിക്കും. പിന്നീട് ഈ റാഗിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശപ്രകാരം ഒരു രാഘവൻ കമ്മിറ്റി റിഫോംസ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുണ്ട്. രാഘവൻ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കും. പിന്നെ UGCയുടെ റെഗുലേഷനുണ്ട് ഇക്കാര്യമായിട്ട് ബന്ധപ്പെട്ട്, അതും കൃത്യമായിട്ട് പരിശോധിച്ച് ബാക്കി കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടോ, വാർഡൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടോ, ആ രീതിയിലുള്ള അന്വേഷണം കൂടെ കൃത്യമായിട്ട് നടത്തും. പിന്നീട് ഈ വീഡിയോ ദൃശ്യം ഏത് മൊബൈൽ ഫോണിലാണ് പകർത്തിയത്, അതിൻ്റെ ഒറിജിൻ, ആ രീതിയിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ നടത്തും. പ്രതികളായിട്ട് പിടിച്ചിരിക്കുന്ന 5 പേരുടെയും ഫോണുകൾ നമ്മൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. കോട്ടയത്ത് നിന്ന് G ശ്രീജിത്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഈ ക്രൂരത കാണിക്കുന്നവരെ വിദ്യാർത്ഥികളെന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല, കൊടും ക്രിമിനലുകളാണ്. കാരണം അത്രയ്ക്കും ഒരു ക്രിമിനൽ മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സഹജീവിയോട് ഈ രീതിയിലുള്ള ഒരു ക്രൂരത കാണിക്കാൻ കഴിയുള്ളൂ. മനുഷ്യത്വം ലെവലേശമില്ലാത്ത ഈ ക്രൂര മനസ്സിന്റെ ഉടമകൾ 5 പേരെ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കേസിൽ കൂടുതൽ പ്രതികളുണ്ടോ, കൂടുതൽ ഇരകളുണ്ടോ? എന്താണ് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരങ്ങൾ? കൂടുതൽ പ്രതികൾ ഉള്ളതായുള്ള വിവരം ഇപ്പോൾ എന്തായാലും ഇല്ല ടോം. പ്രത്യേകിച്ച് ഈ 5 വിദ്യാർത്ഥികളാണ് ഇത് ചെയ്തത് എന്നുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇരകൾ കൂടുതലുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. 1ാം വർഷ വിദ്യാർത്ഥികൾ ആകെ 6 പേരാണുള്ളത്. അവർ 6 പേരും പരാതി ഈ കോളേജിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. ഇന്നലെ ആദ്യം FIR ഇട്ടപ്പോൾ ഒരാളുടെ മൊഴിയെടുത്തുകൊണ്ട് FIR ഇട്ട് ഈ 5 പ്രതികളെയും അറസ്റ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് 3 പേർ ക്രൂരമായ പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നാണ് പോലീസ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് ഇവരുടെ എല്ലാം മൊഴി രേഖപ്പെടുത്തിയുള്ള തുടർ നടപടികളിലേക്ക് കടക്കുകയാണ്. പ്രതികളെ എല്ലാവരെയും പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും ആദ്യം തന്നെ 11-ാം തീയതിയാണ് ഈ പരാതി വരുന്നത്. അന്ന് വൈകുന്നേരം തന്നെ പ്രതികളെ പൂർണ്ണമായും പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് തീർച്ചയായും ആശ്വാസം പകരുന്ന ഒന്നാണ്. പക്ഷേ ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് ചൂണ്ടിക്കാണിക്കുന്നത് പോലെ കോളേജിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഹോസ്റ്റൽ വാർഡനൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്തിന് തൊട്ടടുത്തുള്ള മുറികളിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. രാത്രി 10 മണിയോടുകൂടി അവർ പൂട്ടിയ ശേഷം പോകുമെന്നാണ് ഈ ഇന്നലെ പ്രിൻസിപ്പൽ ഇൻചാർജ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനുശേഷമായിരിക്കാം ഇത് നടന്നിട്ടുണ്ടാകുക. പക്ഷേ ഇവർക്ക് ആർക്കെങ്കിലും അറിവുണ്ടായിട്ടുണ്ടോ, അതിലെന്താണ് തുടർ നടപടികൾ സ്വീകരിച്ച് ഇതെല്ലാം പരിശോധിക്കും. തീർച്ചയായും ഈ ദൃശ്യങ്ങൾ നമുക്ക് പൂർണ്ണമായും കാണിക്കാൻ കഴിയില്ല, കാരണം അത്രത്തോളം ക്രൂരമായ പീഡനമാണ് നടന്നിട്ടുള്ളത്. പക്ഷേ ഒന്ന് വ്യക്തമാണ്, ഈ വിദ്യാർത്ഥി വേദന കൊണ്ട് പുളയുമ്പോൾ ശരീരത്തെ എണ്ണിയാണ് കോമ്പസ് കൊണ്ട് കുത്തിട്ട് വേദന ഉണ്ടാക്കുന്നത്. ആ എണ്ണി പുളയുമ്പോൾ ഇപ്പുറത്ത് ഈ അക്രമികൾ ചിരിക്കുകയാണ്. അവരുടെ മനോനില തന്നെയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്ന എത്രത്തോളം ക്രൂരമാണ് ഇവരുടെ മാനസികാവസ്ഥ എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് യഥാർത്ഥത്തിൽ പുറത്തു വന്നിരിക്കുന്നത് ടോം. തീർച്ചയായും അത്രയ്ക്കും ക്രൂരമായ ഒരു മനോഭാവം ഉള്ള കുട്ടികളാണ്, കുറ്റവാളികളാണ് ഈ റാഗിംഗ് നടത്തിയതെന്ന് വളരെ വ്യക്തമാണ്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. ശ്രീജിത്ത്, നിലവിൽ ഒരു വിദ്യാർത്ഥിയെ, ജൂനിയർ വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. കൂടുതൽ തെളിവുകൾ, കൂടുതൽ ദൃശ്യങ്ങൾ, ഇവർ ഈ രീതിയിൽ ആക്രമണം കാണിക്കുന്ന കൂടുതൽ ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? ഇത് പല ദിവസത്തെ ദൃശ്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. കൂടുതൽ ദൃശ്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് പോലീസിന്റെ പരിശോധനയിൽ കണ്ടെത്തിയത്. അതായത് 11-ാം തീയതി തന്നെ
ഇവരെ കസ്റ്റഡിയിലെടുത്ത ഉടൻ തന്നെ ഇവരുടെ മൊബൈൽ ഫോണുകൾ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈ മൊബൈൽ ഫോണുകൾ കസ്റ്റഡിയിലെടുത്ത സമയത്താണ് ഈ ദൃശ്യങ്ങൾ കണ്ടെത്തിയത്. തീർച്ചയായും മൊബൈൽ ഫോണിൽ ശാസ്ത്രീയ പരിശോധന നടത്തേണ്ടതുണ്ട്. അതാണ് അല്പസമയം മുമ്പ് ജില്ലാ പോലീസ് മേധാവി ചൂണ്ടിക്കാണിച്ചത്. ആ ശാസ്ത്രീയ പരിശോധനയിൽ എന്തെങ്കിലും ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും എന്തായാലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പോലീസിനെ സംബന്ധിച്ച് പ്രതികളുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഈ മൊബൈൽ ഫോണിൽ തന്നെ തെളിവുകൾ, അവർ തന്നെ ചിത്രീകരിച്ച തെളിവുകൾ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണ്. പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിനാൽ സാധാരണ ഏതെങ്കിലും ഒരു റാഗിംഗ് ഉണ്ടായോ എന്ന കാര്യത്തിൽ ഒരു മൊഴി മാത്രം, അല്ലെങ്കിൽ ശരീരത്ത് എന്തെങ്കിലും പരിക്കുണ്ടോ, ഇതൊക്കെ പരിശോധിക്കേണ്ടി വരും. അതിനപ്പുറത്തേക്ക് ജീവിക്കുന്ന തെളിവായി ഈ മൊബൈൽ ഫോൺ ദൃശ്യങ്ങൾ പ്രതികളുടെ മൊബൈൽ ഫോണിൽ തന്നെ പിടിച്ചെടുത്തപ്പോൾ കണ്ടെടുത്തു എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് ആശ്വാസമാണ്. തീർച്ചയായും അതെല്ലാം തുടർ പരിശോധനയിൽ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. എന്തായാലും തുടർ പരിശോധനകൾ ഉണ്ടാകുമെന്നാണ് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കുന്നത്. ശാസ്ത്രീയ പരിശോധനയിലൂടെ കൂടുതൽ തെളിവുകളുണ്ടോ എന്ന് കണ്ടെടുക്കാനുള്ള ശ്രമം കൂടിയാണ് പോലീസ് നടത്തുന്നത്. ഗാന്ധിനഗർ SHOയുടെ നേതൃത്വത്തിലാണ് ഇക്കാര്യത്തിൽ തുടരന്വേഷണം നടക്കുന്നത്. തീർച്ചയായും ശ്രീജിത്ത്, ഇന്നലെ ഈ കോളേജ് പ്രിൻസിപ്പൽ മാധ്യമങ്ങളോട് പറഞ്ഞത് കോളേജിൽ ആന്റി റാഗിംഗ് സംവിധാനങ്ങളൊക്കെ ഉള്ളതാണ്, കർശനമായ ഇത്തരമൊരു പരാതിയൊന്നും ഇതിനു മുൻപ് ഉയർന്നിട്ടില്ല എന്നാണല്ലോ ഈ പ്രിൻസിപ്പാൾ പറഞ്ഞത്. ഏതെങ്കിലും രീതിയിൽ കോളേജിന്റെ ഭാഗത്ത് നിന്ന് ഈ കേസ് ഒതുക്കി തീർക്കാനുള്ള ഏതെങ്കിലും ശ്രമം ഉണ്ടായിരുന്നോ? നമുക്ക് നിലവിൽ അങ്ങനെ പറയാൻ കഴിയില്ല ടോം. പ്രത്യേകിച്ച് ഇതിലൊരു കാര്യം കൂടിയുള്ളത്, ഈ പരാതിക്കാരനായ ഏലപ്പാറ സ്വദേശിയായ വിദ്യാർത്ഥിയുടെ പിതാവിന്റെ പ്രതികരണം കേട്ടതനുസരിച്ച് ഈ നേരത്തെ തങ്ങളോടും ഇക്കാര്യമൊന്നും പറഞ്ഞില്ല, രക്ഷിതാക്കളോടും ഇവർ ആരും ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. പക്ഷേ കോളേജിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടോ എന്നുള്ളത് തീർച്ചയായും പരിശോധിക്കേണ്ട ഒന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു സംവിധാനമുണ്ട്, ആന്റി റാഗിംഗ് സെല്ലും സംവിധാനം എല്ലാം ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ അവിടെ റാഗിംഗ് നടക്കുന്നു. അതിനർത്ഥം ആ സംവിധാനം തന്നെ പരാജയമാണ് എന്ന് വളരെ കൃത്യമായി പറയുന്നത് തന്നെയാണ് ഈ സംഭവം. മാത്രമല്ല, എല്ലാ ദിവസവും റാഗിംഗ് നടന്നോ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ക്ലാസ് ടീച്ചർ ചോദിക്കുമെന്നാണ് ഈ ഇന്നലെ പ്രിൻസിപ്പൽ ഇൻചാർജ് വ്യക്തമാക്കിയത്. മാത്രവുമല്ല, വാർഡൻ രാത്രി 10 മണി വരെ അവിടെ ഉണ്ടാകാറുണ്ട് എന്നും പറയുന്നു. അപ്പോൾ ഇതെല്ലാം ഉള്ളൊരു സംവിധാനമാണ്, മെഡിക്കൽ കോളേജ് പോലുള്ള സംവിധാനമാണ്. ആ ഹോസ്റ്റലിൽ മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളിലും വിദ്യാർത്ഥികളൊക്കെയുള്ള സംവിധാനമാണ് ഉള്ളത്. എന്തായാലും അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ നടന്നത് എന്നുള്ളത് തീർച്ചയായും കോളേജിന്റെ ഭാഗത്ത് നിന്നൊരു വീഴ്ചയുണ്ട് എന്ന് തീർച്ചയായും കരുതേണ്ടി വരുന്ന സാഹചര്യം എന്തായാലും ഉണ്ട്. വെറുമൊരു പ്രഹസനമായി റാഗിംഗ് വിരുദ്ധ ക്ലാസ്സുകളൊക്കെ എടുത്ത് നടത്തി മുന്നോട്ട് പോവുക, കുറച്ച് സ്റ്റിക്കറൊക്കെ അവിടെ ഇവിടെയും ഭിത്തിയിൽ ഒട്ടിച്ചു വെക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതൊരു കാര്യക്ഷമമായ ജീവനുള്ള സംവിധാനമായി ഇത് നിലനിൽക്കുന്നുണ്ടോ എന്ന സംശയം ബാക്കിയാണ്. പ്രത്യേകിച്ച് അധ്യാപകരോട് പോലും തുറന്നു പറയാൻ അവർ തയ്യാറാകുന്നില്ല. ചോദിച്ചിട്ടും തുറന്നു പറയാൻ തയ്യാറാകാത്തൊരു മാനസികാവസ്ഥയിലേക്ക് വിദ്യാർത്ഥികൾ പോയതും എന്തുകൊണ്ടാണ്? അവർക്ക് കൃത്യമായ കൗൺസിലിംഗ് ഉണ്ടായിരിക്കാം. കാരണം സീനിയർ വിദ്യാർത്ഥികളാണ്, ഇതുപോലുള്ള ക്രിമിനൽ സ്വഭാവം കാണിക്കുന്നവരാണ്. പരാതിയുമായി കോളേജ് അധികൃതരെ സമീപിച്ചു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ഭവിഷ്യത്തുകൾ നേരിടുമെന്ന ആശങ്ക കൊണ്ടായിരിക്കാം കുട്ടികൾ പരാതിപ്പെടാതിരുന്നത്. ശ്രീജിത്ത്, ഈ കേസിലെ പ്രതികളായിട്ടുള്ള 5 പേരുടെ ഒരു സ്വഭാവത്തെക്കുറിച്ച് കൂടി അറിയേണ്ടതുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഇന്നലെ അത് വിഷയം ചർച്ച ചെയ്തതാണ്. പോലീസ് ലഹരിക്ക് അടിമകളാണോ? കാരണം പോലീസിന്റെ ഒരു കണ്ടെത്തലുണ്ടോ അതുമായി ബന്ധപ്പെട്ട്? കാരണം ഈ ഒരു സുബോധമുള്ളവരാണെങ്കിൽ ഇതുപോലുള്ള ക്രൂരമായ പ്രവൃത്തികൾ ചെയ്യുമോ? നിലവിൽ അങ്ങനെ ലഹരിയുടെ ഒരു വിവരമൊന്നുമില്ല ടോമ. ഇപ്പൊ ലഹരി തന്നെ ഉപയോഗിച്ചാൽ മാത്രമേ ഇങ്ങനെ ചെയ്യാവൂ എന്നൊന്നുമില്ല. ഓരോ തരം മാനസിക നില ഓരോ മനുഷ്യരുടെ ഓരോന്നാണ്. കേവലം ലഹരി മാത്രമല്ല പലയിടത്തും വില്ലനായി മാറാറുള്ളത് എന്ന് നമ്മൾ കാണാറുണ്ട് ചില സംഭവങ്ങളിലെങ്കിലും. ഈ സംഭവത്തിൽ എന്തായാലും മദ്യം ഉപയോഗിക്കുന്നവരാണ് ഇവർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം മദ്യത്തിനു വേണ്ടിയുള്ള പണപ്പിരിവ് ഈ വിദ്യാർത്ഥികളിൽ നിന്ന്, ഈ ഇരകളായ വിദ്യാർത്ഥികളിൽ നിന്ന് ഇവർ തന്നെ നടത്താറുണ്ടായിരുന്നു. അതിനുവേണ്ടി കത്തി കാട്ടി ഭീഷണിപ്പെടുത്താറുണ്ടായിരുന്നു. അത്തരം സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പൂർണ്ണമായും ഇതൊരു മദ്യലഹരിയിൽ മാത്രം നടന്നൊരു സംഭവമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇതിനൊരു തുടർച്ചയുണ്ട്. ഇതൊരു 3 മാസത്തെ സംഭവമാണ്. കേവലം ഏതെങ്കിലും ഒരു ദിവസം രാത്രി ഉണ്ടാകുന്ന മാത്രം സംഭവമല്ല. ലഹരി ഒരു ഘടകമായിട്ടുണ്ടാകാം, പക്ഷേ പൂർണ്ണമായും ഇവരുടെ ഒരു മനോവൈകൃതങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് എന്നുകൂടി വ്യക്തമാക്കുന്നതാണ് ഈ സംഭവങ്ങൾ. സാധാരണഗതിയിൽ പലയിടത്തും റാഗിംഗ് എന്നത് ഒരു തുടക്കത്തിൽ ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന സംഭവമായി പലയിടത്തും കണ്ടുവരാറുണ്ട്. പക്ഷേ ഇതൊരു 3 മാസത്തെ പീഡനം എന്ന് പറയുമ്പോൾ അത് കേവലം ലഹരിയെ മാത്രം കുറ്റപ്പെടുത്തിയാൽ പോരാ. ഈ ക്രിമിനലുകളുടെ മാനസിക നില എന്താണ്, എത്രത്തോളം അക്രമവാസന ഉള്ളവരാണ് അവർ എന്നുകൂടി
തുറന്ന് വ്യക്തമാക്കുന്ന സംഭവമാണ്. അതിനാണ് അത്തരത്തിലാണ് അവരുടെ ഈ തീർച്ചയായും പ്രവർത്തനം. ഈ ശ്രദ്ധേയമായിട്ടുള്ള ആക്രമണം കാര്യമാണ്. നടന്നതിന്റെ കാരണം ദൃശ്യങ്ങളടക്കം ഈ കണ്ടു ക്രിമിനലുകളുടെ മനോഭാവം എന്താണ്, ഇവരിനിയും ഇവരെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം, നിയമ നടപടി എടുത്തുകൊണ്ട് മാത്രം കാര്യമുണ്ടോ, ഒരുപക്ഷെ ഇവർ വീണ്ടും പുറത്തിറങ്ങിയാൽ, ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഇതുപോലുള്ള അക്രമവാസന കാണിക്കാനുള്ള സാഹചര്യം കൂടിയുണ്ട്. പോലീസ് കടുത്ത നടപടിയാണ് ഈ കേസിൽ സ്വീകരിക്കേണ്ടത്.